അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതെങ്ങനെയാണ് പ്രസക്തമാകുന്നത്? മറ്റൊരു സുവിശേഷം എന്താണ്? ഇന്ന് പല തരത്തിലുള്ള സുവിശേഷങ്ങളുണ്ട് അല്ലേ? പല തരത്തിലുള്ള സുവിശേഷമുണ്ട്. ചില സുവിശേഷം ഞാൻ കണ്ട, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട ചില സുവിശേഷങ്ങൾ മാത്രം പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഇന്ന് മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് തിരിച്ചു പോകാനൊന്നും ആരും പറയുന്നില്ല. കാരണം ഇന്നത്തെ നമ്മുടെ ഒരു പശ്ചാത്തലം അതല്ല. ഇന്നത്തെ പല സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമുക്കറിയാം സമൃദ്ധിയുടെ സുവിശേഷം. വളരെ വളരെ നമുക്കറിയാവുന്ന കാര്യമാണ് സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്നത്. അതായത് കർത്താവിനെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സമൃദ്ധി ലഭിക്കും അല്ലേ? നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. അപ്പം ജീവിതം ഒരു സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതമാണ് നമുക്ക് ദൈവം പ്രതിനിധാനം ചെയ്യുന്നത്. സുവിശേഷം കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ സമൃദ്ധി ലഭിക്കും എന്നുള്ള പഠിപ്പിക്കലുകൾ നടക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ സമൃദ്ധിയുടെ സുവിശേഷം വളരെയധികം പ്രസക്തമാണ്. ഒരുപാട് പ്രാസംഗികർ നമ്മുടെ പെന്തിക്കോസ്ത് ഗോളത്തിൽ പോലും പറയാതെ പറയുന്ന സമൃദ്ധി പ്രസംഗങ്ങളുണ്ട് അല്ലെ? അനുഗ്രഹങ്ങൾ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സുവിശേഷമുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ രോഗത്തെ മാറ്റുവാനും, നമുക്ക് കാറ് ലഭിക്കാനും, വീട് ലഭിക്കാനും, നമ്മുടെ സകല ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സമൃദ്ധി ലഭിക്കുവാനുമാണ് എന്ന് പ്രസംഗിക്കുന്ന അനേകരുണ്ട്. സുവിശേഷം കൊണ്ട് ഈ ക്രിസ്തു മരിച്ചതിന്റെ കാരണങ്ങളൊക്കെ, യഥാർത്ഥ കാരണങ്ങളെ പറയാതെ പഴയ നിയമത്തിൽ നിന്ന് വാക്യങ്ങളെ എടുത്ത് അതിനെ കൂട്ടിക്കുഴച്ച് നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ അവതരിപ്പിച്ച് അങ്ങനെ അനുഗ്രഹം മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സുവിശേഷങ്ങൾ ഇന്ന് ധാരാളം പ്രസംഗിക്കുന്നുണ്ട്. അതിൽ നാം വീണു പോകരുത്, അത് നാം പൊറുക്കുകയും അരുത്, അത് നാം ഡിസേൺ ചെയ്യണം, നാം വിവേചിക്കണം. അപ്പൊ സമൃദ്ധിയുടെ സുവിശേഷം തിരുവഴുത്തിൽ നിന്നുള്ള സുവിശേഷമല്ല. രണ്ട്, ധാർമ്മികതയുടെ സുവിശേഷം അല്ലെ? ധാർമ്മികതയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില നിയമങ്ങൾ അനുസരിച്ചാലേ നാം സ്വർഗത്തിൽ പോവുകയുള്ളൂ, നമുക്ക് രക്ഷ ലഭിക്കത്തുള്ളൂ. ഇപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിൽ, എൻ്റെ ചെറുപ്പത്തിൽ, ഈ ഇതിൻ്റെ കൂടെ ഈ കർത്താവിന്റെ പുനരുത്ഥാനത്തിനോട് ആഡ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. നാം ഇങ്ങനെ നടക്കണം, നാം ചില ഡ്രസ്സുകളെ ധരിക്കാവൂ, നമ്മുടെ മുഖം ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ തലമുടി ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇന്ന തരത്തിലായിരിക്കണം. ഇപ്പം പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്: മീശ വടിക്കണം, തലമുടി വെട്ടണം, വെള്ള ധരിക്കണം, ഇങ്ങനെ പല പല നിയമങ്ങൾ അല്ലേ? നമ്മൾ തന്നെ ഓരോ നിയമങ്ങൾ വെക്കുകയാണ്. ഇതൊക്കെ പാലിച്ചാലേ നമ്മൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഈ ധാർമ്മികത നമുക്ക് വേണം. നമ്മൾ ചില നിയമങ്ങൾ നമ്മൾ ധരിക്കുകയാണ്, അല്ല ബൈബിൾ പറയാത്ത നിയമങ്ങൾ. ഇതൊക്കെ ചെയ്യുന്ന നല്ല കാര്യമില്ലെന്നല്ല, പക്ഷെ ഇതൊന്നുമല്ല മാനദണ്ഡം സ്വർഗത്തിൽ എത്തുന്നതിന്റെ അല്ലേ? അപ്പൊ അത് ബൈബിൾ വളരെ ക്ലിയർ ആണ്. വേർപാട് നാം പാലിക്കണം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അത് ഒരു മാനദണ്ഡമല്ല അല്ലേ? അതൊരു സുവിശേഷമല്ല. സുവിശേഷം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. അതാണ് സുവിശേഷം, ബൈബിൾ പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അവിടെ പലതും ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഇങ്ങനെ നടക്കണം, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാവൂ, നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിക്കാവൂ. ഇതൊക്കെ ചെയ്താൽ മാത്രമേ, ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾ മാത്രമേ ആ, സ്വർഗത്തിലെത്തുകയുള്ളൂ. അങ്ങനെ നമ്മൾ ധാർമ്മികതയുടെ സുവിശേഷം ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇന്നും കേൾക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനൊക്കെ ചെയ്താലേ നിങ്ങൾ എത്തുകയുള്ളൂ അങ്ങ് ആ, ദൈവത്തിന്റെ അടുക്കിലേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിലെത്തുകയുള്ളൂ. അപ്പം ധാർമ്മികതയുടെ സുവിശേഷം സുവിശേഷമല്ല. മൂന്ന്, സാമൂഹിക സുവിശേഷം, സോഷ്യൽ ഗോസ്പൽ. സാമൂഹിക സുവിശേഷം എന്താണ്? നമ്മൾ ചില സാമൂഹിക പ്രവർത്തികൾ ചെയ്താൽ നമുക്ക് രക്ഷ ലഭിക്കും അല്ലേ? അതായത് ഫോക്കസ് അവിടെ സാമൂഹിക പ്രവർത്തികൾക്കാണ്. നമ്മൾ മുമ്പേ വായിച്ച പോലെ സൽപ്രവൃത്തികൾ നാം ശുഷ്കാന്തിയുള്ള ഒരു ജനമായിരിക്കണം, സത്യമാണ്. എന്നാൽ സാമൂഹിക നീതി ഉറപ്പാക്കുക എന്നുള്ളതല്ല സുവിശേഷം എന്ന് പറയുന്നത്. അത് സോഷ്യൽ ജസ്റ്റിസ് നല്ല കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യണം, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ അതല്ല സുവിശേഷം. സാമൂഹിക സുവിശേഷം സുവിശേഷമല്ല. അതല്ല തിരുവെഴുത്ത് പ്രതിനിധാനം ചെയ്യുന്ന സുവിശേഷം. അത് മറ്റുള്ളവരെ സേവിക്കുക, ആ, മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, അത് നല്ല കാര്യമാണ്. എന്നാൽ അതല്ല സുവിശേഷം. നാല്, പ്രചോദന സുവിശേഷം, മോട്ടിവേഷണൽ ഗോസ്പൽ. നമ്മൾ വളരെയധികം കാണുന്ന കാര്യമാണ്. നമ്മളെ ഇങ്ങനെ പ്രചോദിപ്പിക്കുക പല കാര്യങ്ങൾ. നിങ്ങൾ ഇങ്ങനെയല്ല ആയിത്തീരേണ്ടത്, നിങ്ങളൊരു ഭയങ്കര കിടിലൻ വ്യക്തിയാണ്, ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലേ? നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിത്തീരാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ ദുഃഖിച്ച് നടക്കാൻ പാടില്ല, നിങ്ങൾ സന്തോഷമുള്ളവരായിത്തീരണം. അതിന് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ കഴിവുകളിൽ വ്യാപൃതരായി നിങ്ങളുടെ കഴിവുകളെ ഉപയോഗിക്കണം. അതായത് സ്വാർത്ഥതയിലേക്ക് നീങ്ങുന്ന ഒരു സുവിശേഷം, നമ്മളെ തന്നെ പ്രചോദിപ്പിക്കുക അല്ലേ? ആഹ് അങ്ങനെ സുവിശേഷമായി തീരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പെന്തിക്കോസ്ത് മേഖലകളിൽ വളരെ കാണുന്ന കാര്യമാണ് മോട്ടിവേഷണൽ ഗോസ്പൽ. എന്ത് പ്രസംഗിച്ചാലും മോട്ടിവേഷനാണ്. കൗൺസിലിംഗ് പോലാണ് സുവിശേഷം അല്ലേ? നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് രൂപപ്പെടുത്തി എടുക്കണം. നിങ്ങളുടെ ചിരി ഇങ്ങനെ ആവാൻ പാടില്ല,
നിങ്ങൾ എന്ത് കേട്ടാലും ചിരിക്കണം, നിങ്ങൾ ദുഃഖിച്ചിരിക്കാൻ പാടില്ല. ദൈവമല്ല നിങ്ങൾക്ക് ദുഃഖം കൊണ്ടുവരുന്നത്. നിങ്ങൾ കഷ്ടതയിലൂടെ പോകാൻ പാടില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തണം, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇങ്ങനെ പലതരം മോട്ടിവേഷനുകൾ നൽകുന്ന പ്രചോദനത്തിന്റെ സുവിശേഷം അത് വളരെയധികം നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അഞ്ചാമത്, ഉൾക്കൊള്ളലിന്റെ സുവിശേഷം, യൂണിവേഴ്സൽ ഇൻക്ലൂസിവിറ്റി അല്ലെ. ഉൾക്കൊള്ളലിന്റെ സുവിശേഷം എന്താണ്? ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു അല്ലേ. നമ്മൾ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാണ്, ഗോഡ് ഇസ് ലവ്, അത് ബൈബിളിലും പറയുന്നുണ്ട്. അപ്പൊ ആ വാക്യം എടുത്ത് ദൈവം സ്നേഹമാകുന്നു, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മളെങ്ങനെ നടന്നാലും കുഴപ്പമില്ല, കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും സ്വർഗത്തിൽ പോകും എന്ന് പ്രസംഗിക്കുന്നവരെയുണ്ട്. ഇൻക്ലൂസീവ് ഗോസ്പൽ. അവിടെ വിശ്വാസത്തിനോ കൃപയ്ക്കോ ഒന്നും പ്രാധാന്യമില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മോട് പക്ഷപാതം കാണിക്കത്തില്ല. ദൈവം പാർഷ്യൽ അല്ല. അപ്പൊ ദൈവം പാർഷ്യൽ അല്ലാത്തതുകൊണ്ട്, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നടന്നാലും കുഴപ്പമില്ല. അങ്ങനത്തെ സുവിശേഷം പ്രസംഗിക്കുന്നവർ അനേകരുണ്ട്. സ്നേഹം മാത്രം പ്രസംഗിക്കുന്നവർ. അവിടെ ന്യായവിധി ഇല്ല, ജഡ്ജ്മെന്റ് ഇല്ല, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാന്ന് പറയത്തില്ല, അവിടെ സ്റ്റാൻഡേർഡ്സ് പറയത്തില്ല, വിശുദ്ധിയെ പറ്റി പറയത്തില്ല. അവിടെ ദൈവം സ്നേഹമാണെന്ന് മാത്രം പ്രസംഗിക്കും. അതാണ് ഉൾക്കൊള്ളലിന്റെ സുവിശേഷം. പിന്നീട് നമ്മൾ കാണുന്ന വളരെയധികം നമുക്ക് പരിചയമുള്ള സുവിശേഷമാണ് കൃപാവര സുവിശേഷം. എന്ത് പ്രസംഗിച്ചാലും കൃപാവരം മാത്രമേ ഉള്ളൂ അല്ലേ. അതായത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കൃപാവരമുള്ള വ്യക്തിയാണ്. അവിടെ എപ്പോഴും അഭിഷേകമാണ്. സുവിശേഷത്തെ പറ്റി ഒന്നും മിണ്ടത്തില്ല. അവരുടെ പ്രസംഗങ്ങളിൽ ഫുൾ അഭിഷേകം, ആ, അതുപോലെ പ്രവചനം, അതുപോലെ സ്പീക്കിംഗ് ഇൻ ടങ്സ് അല്ലെ, അന്യഭാഷയിൽ സംസാരിക്കുക. ഇതൊക്കെയാണ് സുവിശേഷം എന്ന് പറയുന്നത്. അവിടെ ക്രിസ്തു ഇല്ല, പുനരുത്ഥാനമില്ല, മരണമില്ല, ക്രിസ്തുവിന്റെ ഡിസൈപ്പിൾഷിപ്പ് ഇല്ല, ഇതൊന്നുമില്ല. അവരുടെ കൃപാവര സുവിശേഷത്തിൽ കൃപാവരങ്ങൾ മാത്രമാണ്. അപ്പൊ അവരുടെ യോഗങ്ങളിൽ നമ്മൾ ഈ കൃപാവരങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അവര് പ്രവചനത്തെ പറ്റി വാചാലരാകും, അന്യഭാഷയെ പറ്റി വാചാലരാകും, എല്ലാവിധ കൃപാവരങ്ങളെ പറ്റിയും വാചാലരാകും. അവിടെ ഈ കൃപാവരം എന്ന് പറയുന്നത് മിറാക്കുലസ് ഗിഫ്റ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിവേചനമില്ല, വിശ്വാസമില്ല, നോളജിന്റെ കൃപാവരം, ഇതൊന്നും അവർ പറയത്തില്ല. മനുഷ്യന് പ്രകടമാകുന്ന, പുറത്ത് പ്രകടമാകുന്ന കൃപാവരങ്ങൾ മാത്രം. അതിനെയാണ് കൃപാവര സുവിശേഷം എന്ന് പറയുന്നത്. അവിടെ അഭിഷേകമാണ് എല്ലാം, തീയാണെല്ലാം. എന്ത് പറഞ്ഞാലും തീ ആയിരിക്കണം അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പറയത്തുള്ളൂ. അതാണ് കൃപാവര സുവിശേഷം. പിന്നീട് ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്നത് അല്ലെ. ഹൈപ്പർ ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപയെപ്പറ്റി അന്ധമായി പറയുക, കൃപയെപ്പറ്റി മാത്രം സംസാരിക്കുക. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവം കൃപാലുവായ വ്യക്തിയാണ്. ദൈവം നമുക്ക് അധികം കൃപ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൃപ ചെയ്താൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളത്. കൃപ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയും നടക്കാം, നമുക്ക് വിശുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഹൈപ്പർ ഗ്രേസിന്റെ ഒരു സുവിശേഷം ഇന്ന് വളരെ പ്രകടമാണ്. ഫൈനലി ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് രാഷ്ട്രീയ സുവിശേഷം അല്ലേ. ഫൈനലി ഇപ്പോൾ നമ്മൾ കാണുന്ന രാഷ്ട്രീയ സുവിശേഷം, അതായത് സുവിശേഷം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നാം രാഷ്ട്രീയത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ. ഗവൺമെന്റ് പൊസിഷനിൽ നമ്മൾ എത്തിച്ചേരണം, നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, നമ്മൾ മത്സരിക്കണം. കർത്താവ്, അപ്പം ഞാൻ വിചാരിക്കുമ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? എൻ്റെ രാജ്യം ഐഹികമല്ലെന്നൊക്കെ എന്തിനാണ് കർത്താവ് പറഞ്ഞ് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ ഇവരിതൊന്നും കാണുന്നില്ലേ? കർത്താവിന്റെ രാജ്യം എന്ന് പറയുന്നത് ഐഹികമല്ല, ഇവിടെ സ്ഥാപിക്കേണ്ടതല്ല. ഇപ്പോൾ നാം പ്രകാശമുള്ളവരായിത്തീരണം, നാം ലോകത്തിന് പ്രകാശമുള്ളവരായിരിക്കണം. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മെ ദൈവം പ്രകാശമാക്കിയിരിക്കുന്ന എന്തിനാണ്? അന്ധകാരത്തിലായിരിക്കുന്ന അനേകർ ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ്. അവിടെയാണ് നമ്മൾ രാഷ്ട്രീയത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് അല്ലേ. അപ്പം അവിടെ നമ്മൾ പറയുകയാണ്, നമ്മെ ദൈവം ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാനും മന്ത്രിമാരാകാനും MLA മാരാകാനും MP മാരാകാനുമാണ്. എത്ര അധപ്പതനത്തിലേക്കാണ് നമ്മുടെ ആത്മീയ ഗോളം, ക്രിസ്തീയ ഗോളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ മറ്റൊരു ഇതൊക്കെ പ്രസംഗിക്കുന്നത് വലിയ വലിയ അപ്പോസ്തലന്മാരെന്ന് പേര് പറയുന്നവരും പാസ്റ്റർമാരെന്ന് പറയുന്നവരും ഒക്കെയാണ്. അപ്പോൾ നാം ഇതിൽ അകപ്പെട്ടു പോകരുത് അല്ലേ. ഇപ്പൊ ബോസ്റ്റൺ പ്രൈമിൽ ഞാൻ രാവിലെ ഇതൊന്നും ആരും പ്രസംഗിക്കത്തില്ല, എനിക്കിത് പ്രസംഗിക്കണമെന്ന് തോന്നി. കാരണം വളരെയധികം ഇതൊക്കെ കാണുമ്പോൾ വിഷമമാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇങ്ങനെ മറ്റൊരു സുവിശേഷങ്ങളുടെ പുറകെ നാം പോകരുത്. നമ്മൾ ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? സമൃദ്ധിയുടെ സുവിശേഷം. ലോകത്തിൽ സമൃദ്ധി മാത്രമേ ലഭിക്കുകയുള്ളൂ, കഷ്ടതയൊന്നും ലഭിക്കുകയില്ല. എല്ലാം സമൃദ്ധിയിലൂടെ നമ്മൾ പോകും കർത്താവിനെ വിശ്വസിച്ചാൽ. അങ്ങനെ പ്രസംഗിക്കുന്ന സുവിശേഷം. ധാർമ്മികതയുടെ സുവിശേഷം. ചില നിയമങ്ങൾ നാം പാലിക്കണം. വേർപാടെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താലേ നാം സ്വർഗത്തിൽ എത്തുകയുള്ളൂ എന്ന് പറയുന്ന ധാർമ്മികതയുടെ സുവിശേഷം. 3 നമ്മൾ കണ്ടു സാമൂഹിക സുവിശേഷം. സാമൂഹ്യ പ്രവർത്തനത്തിൽ വ്യാപൃതരാകുക, അതാണ് അവരുടെ സുവിശേഷം. അത് മാത്രം പറയുക. 4 പ്രചോദന സുവിശേഷം. നമ്മെ പ്രചോദിപ്പിക്കുക, നമ്മെ മോട്ടിവേറ്റ് ചെയ്യുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അവിടെ മരണമില്ല, പുനരുത്ഥാനമില്ല,
ശിഷ്യത്വം ഇല്ല, ഒന്നുമില്ല. 5 ഉൾക്കൊള്ളലിന്റെ സുവിശേഷം, ഇൻക്ലൂസിവിറ്റി. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരെയും സ്നേഹിക്കണം. ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവം ആരെയും നിത്യനാശത്തിലേക്ക് വിടത്തില്ല എന്നുള്ള സുവിശേഷം. നമ്മൾ പിന്നെ കണ്ടത് കൃപാവര സുവിശേഷം. അതായത് ആ സുവിശേഷത്തിൽ കർത്താവില്ല, മരണമില്ല, പുനരുത്ഥാനമില്ല, പരിശുദ്ധാത്മാവിന്റെ മിറാക്കുലസ് ഗിഫ്റ്റ്സ് മാത്രം, അത്ഭുത പ്രവർത്തികൾ മാത്രം. അവിടെ അന്യഭാഷയും അഭിഷേകവും തീയും പ്രവചനവും മാത്രമേ ഉള്ളൂ. വേറൊന്നും അവർക്ക് പറയുവാനില്ല. അതാണ് കൃപാവര സുവിശേഷം. പിന്നീട് നമ്മളുണ്ട് ഹൈപ്പർ ഗ്രേസ്, അല്ലേ? കൃപയുടെ, അതായത് കൃപയുടെ സുവിശേഷമല്ല ഇവിടെ പറയുന്നത്. കൃപ ദൈവം നൽകിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയും ആകാം. അവിടെ കൃപ മാത്രമേ ഉള്ളൂ, അല്ലേ? അവിടെ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണോ, ജീവിത വിശുദ്ധി എങ്ങനെയാണോ എന്നൊന്നും പ്രസംഗിക്കത്തില്ല. അവസാനമായി നമ്മൾ കണ്ടത്, നമ്മളിപ്പോൾ കാണുന്നത് രാഷ്ട്രീയ സുവിശേഷം. അങ്ങനെ 8 വിധ സുവിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മുടെ പെന്തക്കോസ് ഗോളത്തിൽ, നമ്മുടെ ആത്മീയ ഗോളത്തിൽ പ്രസംഗിക്കുന്ന 8 വിധ സുവിശേഷങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ മറ്റൊരു സുവിശേഷമാണ്. ഇതൊക്കെ പ്രസംഗിക്കുന്നവർ നമുക്ക് ഇഷ്ടമുള്ളവരായിരിക്കാം. പണ്ട് നല്ലപോലെ വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ചു വരുന്നവരും വേദപുസ്തകം നല്ലപോലെ പ്രസംഗിച്ചിരുന്നവരുമാണ് ഇപ്പോൾ ഈ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഇപ്പം ഈ പറഞ്ഞ 8, ഇതിനേക്കാൾ കൂടുതലുണ്ട്. സമയത്തിന്റെ കുറവ് കാരണം ഞാൻ ഇത് 8ആയിട്ട് ചുരുക്കിയെന്നേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് സുവിശേഷങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നുണ്ട്. അപ്പം ഈ സുവിശേഷങ്ങളിലൊന്നും നാം അകപ്പെട്ടു പോകരുത്.